ഹലോ, അപ്പോൾ നല്ല സോഫ്റ്റായൊരു ബനാന കുംസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മുട്ട നമുക്ക് മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു നുള്ളി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മെയിനായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനൊരു പഴം നടു കട്ടാക്കിക്കാണ്ട് നെയ്യിലിട്ട് കണ്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കണം. ഇനി ഇതാ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കരുത്, ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഒരു ബിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ വാട്ടി വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ബാറ്റർ ഒന്ന് ഹാഫ് വേവായി വരുന്ന സമയത്ത് നമ്മൾ കണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ അടിപൊളി ബനാന